ഉമ്മ എന്നെ നോമ്പൊറിക്കാൻ എന്താ? നോമ്പൊറിക്കാൻ ഇന്ന് ഒരൊറ്റ സ്നാക്കേ ഉള്ളു, കട്ട്ലറ്റ്. അതെന്താ ഒരൊറ്റ സ്നാക്ക്? യുദ്ധമായതുകൊണ്ട് ഗ്യാസ് ഒന്നും ഇല്ല, അറിഞ്ഞില്ലേ? ഓ ശരിയാ, യുദ്ധമായതുകൊണ്ട് ഗ്യാസ് അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. വേറെ കുഴപ്പങ്ങളൊക്കെ വരാൻ ഇരിക്കുന്നേ ഉള്ളു മോനെ. എന്താ? ശരിക്കും ഫുഡ് ക്രൈസിസ് ഉണ്ടാവും, അതായത് ഭക്ഷ്യക്ഷാമം ഉണ്ടാവും. ഓ അതെങ്ങനെ? ഇബ്രാഹിം, ഈ ഗ്രാനുലാർ യൂറിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, എന്താ? യൂറിയ അത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അതൊരു ഫെർട്ടിലൈസർ ആണ്. 20 ലക്ഷം ടൺ ഗ്രാനുലാർ യൂറിയ ആണ് ഇവിടെ ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് വേണ്ടത്. യൂറിയ കൂടാതെ അമോണിയയും നൈട്രേറ്റും ഒക്കെ വേണം. അപ്പൊ ഇതെല്ലാം നമ്മളെ ഇങ്ങനെ ഷിപ്പിലാണ് വരുന്നത്. എതിരെ കൂടെ ഷിപ്പിൽ വരുന്നത് ഹോർമോസ് കടലിലേക്ക് കൂടെ. യുദ്ധം നടക്കുന്നതുകൊണ്ട് അതവിടെ ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇതൊന്നും അതിലെ വരില്ല. അത് അടച്ചത് കൊണ്ട് യൂറിയക്ക് വില കൂടി, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സിന് മൊത്തത്തിൽ വില കൂടി, അതും 100 ഇരട്ടി കൂടി. ഓക്കെ, യൂറിയയുടെ കാര്യം മനസ്സിലായി. അതും ഫുഡ് ക്രൈസിസുമായിട്ട് എന്താ ബന്ധം? ഈ ഫുഡ് സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കൃഷി നടക്കണമല്ലോ. കൃഷി എന്തിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്? സീസൺസ്. ഓരോ കാലാവസ്ഥയും ഓരോ സീസണിനുമാണ് കൃഷി നടക്കുന്നത്, അല്ലേ? അതായത് ജൂണിൽ ക്രോപ്സ് പ്ലാന്റ് ചെയ്താലാണ് ഒക്ടോബറിൽ നമുക്ക് ഫുഡ് കിട്ടുക. അപ്പൊ ജൂണിൽ ക്രോപ്സ് പ്ലാന്റ് ചെയ്യണമെങ്കിൽ യൂറിയയും അതുപോലുള്ള ബാക്കി സാധനങ്ങളും ഒക്കെ ഈ സമയത്ത്, അതായത് ഇനി ഒരു 90 ദിവസമേ ഉള്ളൂ ഈ ജൂൺ എന്ന് പറയുന്ന സമയം, ഈ സമയത്ത് നമുക്ക് ലഭിക്കണം. യുദ്ധം നീണ്ടുപോവുകയും ഈ കടലിടുക്ക് തുറക്കാതിരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളുമായിട്ടുള്ള കപ്പൽ വരാതിരിക്കുകയും ചെയ്താൽ കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ജൂണിൽ. ആ സീസൺ കഴിഞ്ഞു പോയാൽ പിന്നെ അതിന് പ്ലാന്റിങ് നടക്കില്ല. അപ്പൊ നമ്മുടെ നാട്ടില് യൂറിയ ഉണ്ടാക്കുന്നേ? നമ്മുടെ നാട്ടിൽ യൂറിയ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് മൊത്തത്തിന്റെ 60% വരുന്നുള്ളൂ. ആ 60% തന്നെ റോ മെറ്റീരിയൽ ആയിട്ട് ഗ്യാസ് വേണം, നാച്ചുറൽ ഗ്യാസ് വേണം. അത് ഖത്തറിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതും കിട്ടുന്നില്ല. ഖത്തർ ഇപ്പോൾ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് കൂടാതെ പൊട്ടാഷും ഡയമോണിയം ഫോസ്ഫേറ്റും ഒക്കെ ഫെർട്ടിലൈസറിൽ പ്രധാനപ്പെട്ട ഭാഗം ആയിട്ടുള്ള സാധനം. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. യുദ്ധം കൂടി പോയാൽ ഇനിയും അത് ഇമ്പോർട്ടിങ് നടക്കത്തില്ല. ഇതൊന്നും കൂടാതെ നമ്മുടെ ഗവൺമെന്റ് 1.90 ലാക്ക് ക്രോസ്, അത്രയും കോടി രൂപയാണ് നമ്മുടെ സബ്സിഡി, കൃഷിക്കാർക്കുള്ള സബ്സിഡി, വളത്തിനുള്ള സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത്. ഈ യൂറിയയുടെ വിലയൊക്കെ കൂടുമ്പോൾ അത് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? മറ്റ് സാധനങ്ങൾക്ക് വില കൂട്ടേണ്ടി വരും. ലൈക്ക് പെട്രോളിയം മാത്രമല്ലല്ലോ. പെട്രോളിയം സാധാരണഗതിയിൽ വേറെ സ്ഥലത്ത് നിന്ന് സോഴ്സുകൾ കണ്ടെത്താനൊക്കെ പറ്റും. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് സോഴ്സ് കണ്ടെത്താൻ ഭയങ്കര പാടാണ്. അപ്പൊ മറ്റ് സാധനങ്ങൾക്ക് വില കൂടുന്നത് പ്രധാനമായും എന്തിനാ വില കൂടാൻ പോകുന്ന? ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് കൂട്ടും. അപ്പൊ ഈ വാറെന്ന് പറഞ്ഞാൽ അവിടെ ഇറാനിലെ സ്ത്രീകളുടെ പർദ്ദ സിസ്റ്റം മാറ്റാൻ വേണ്ടി വാർ നടത്തുന്നതുകൊണ്ട് സന്തോഷിക്കുന്നവരുൾപ്പെടെ, അല്ലെങ്കിൽ അതിൽ ദുഃഖിക്കുന്നവരുൾപ്പെടെ, മിഡിൽ ഈസ്റ്റിൽ പെട്ടുപോയ സാധാരണ മലയാളികളും ഇന്ത്യക്കാരും ഉൾപ്പെടെ എല്ലാവരും ദുഃഖിക്കുന്നതിനോടൊപ്പം ലോകമെമ്പാടും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ടൊക്കെ ചെയ്ത് വളങ്ങളൊക്കെ വരുന്ന ഒരു നമ്മുടെ നാട് പോലത്തെ ഒരു രാജ്യത്ത് ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ ദൂരവ്യാപകമായി ഉണ്ടാവും. പക്ഷേ ഈ ഒക്ടോബറിലൊക്കെയാണ് ക്രോപ്സ് ഒക്കെ ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് റൈസ്